നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 9 ശനിയാഴ്ചയാണ്. കുംഭമാസം 25 ഒരു നല്ല ദിനം ആശംസിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നു. സ്ഥാനാർത്ഥി പട്ടിക വന്നതോടെ പ്രചാരണത്തിൽ സജീവമായി കോൺഗ്രസ്. കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടതിന്റെ ക്ഷീണം മറികടക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അവസാന നിമിഷം മാറ്റം വരുത്തിയെങ്കിലും പൊട്ടിത്തെറിയില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞതും ആശ്വാസമായി. എന്നാൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒരു സീറ്റെങ്കിലും കുറഞ്ഞാൽ നേതൃത്വത്തിന് വലിയ പഴി കേൾക്കേണ്ടിയും വരും. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം ഒരു ദിവസത്തിനപ്പുറം വാർത്തയല്ലാതാക്കി മാറ്റിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത്. കെ മുരളീധരൻ തൃശൂരിലെത്തിയതോടെ BJPയെ നേരിടാൻ കോൺഗ്രസ് എന്ന പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യവും അവസാന നിമിഷം വരെ നിന്ന സസ്പെൻസുമെല്ലാം അവസാനിപ്പിച്ച് 20 സീറ്റുകളിലും UDF സ്ഥാനാർത്ഥികളായതോടെ ഇനി പ്രചാരണം വീറും വാശിയുമുള്ളതാവും. അപ്രതീക്ഷിത നീക്കങ്ങളുണ്ടായെങ്കിലും ഒരു ഭിന്നസ്വരങ്ങളും ഉയരാതെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നതാണ് കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നത്. എന്നാൽ 19-1 എന്ന കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുക ഇത്തവണ എളുപ്പമാവില്ല. സീറ്റെണ്ണം കുറഞ്ഞാൽ നിലവിലെ സംസ്ഥാന നേതൃത്വത്തിന്റെ കരുത്ത് ചോദ്യം ചെയ്യപ്പെടും. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, K സുധാകരൻ, ശശി തരൂർ, K മുരളീധരൻ തുടങ്ങി രാജ്യത്തെ തന്നെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരു സംസ്ഥാനത്ത് മത്സരത്തിനിറങ്ങുന്നു എന്ന പ്രത്യേകത കേരളത്തിലുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും ഉയർത്തിക്കൊണ്ടുവന്ന വിവിധ അഴിമതി ആരോപണങ്ങളും മാസപ്പടി വിവാദവും ഒടുവിൽ പെൻഷനും ശമ്പളവുമടക്കം സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ആയുധങ്ങളേറെയുണ്ട്. 24 തിരുവനന്തപുരം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കള്ളവോട്ടുകളുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. കുറുക്കുവഴിയിലൂടെ വിജയം നേടാൻ LDF ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി, തനിക്ക് പരാജയഭീതിയില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2ാം അംഗത്തിനൊരുങ്ങുകയാണ് അടൂർ പ്രകാശ് MP. സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്നു. ഇനി പ്രചരണത്തിൻ്റെ നാളുകളാണ്. 2ാം അംഗത്തിന് കിടക്കുമ്പോൾ എന്തൊക്കെയാണ് പുതിയ പ്ലാനുകൾ, പദ്ധതികൾ? 2ാം അംഗത്തിന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ചെയ്തു വെച്ച വർക്കുകൾ, അതിൻ്റെ പൂർത്തീകരണം. ഇത്തവണ ഇവിടെ CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് മത്സരിക്കുന്നത്. BJPയുടെ ഒരു കേന്ദ്ര സഹമന്ത്രി വരുന്നു. അപ്പോൾ ഒരു ത്രികോണ മത്സരം ഈ ഒരു മണ്ഡലത്തിൽ ഉണ്ടാകും. ഒരു സ്റ്റാർ മണ്ഡലമാണ് ഈ രണ്ട് പാർട്ടികളെയും സംബന്ധിച്ച്. UDF അങ്ങേക്ക് തന്നെ വീണ്ടും ഒരു അവസരം തരുന്നു. എങ്ങനെയായിരിക്കും മണ്ഡലത്തിലെ ഈ പ്രാവശ്യത്തെ ഒരു പോരാട്ട വീര്യം? ഇപ്പോൾ ഇവിടെ 3 പേര് മത്സരിക്കാൻ വരുമ്പോൾ ത്രികോണമായി. ആ പോരാട്ടത്തിലൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അതിനകത്ത് ഈ ഇടതുപക്ഷം എങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും ഇവിടെ കൈകാര്യം ചെയ്ത് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് കള്ളവോട്ടുകളുടെ സാന്നിധ്യം ഇവിടെ വളരെ കൂടുതലായിരുന്നു. ആ കള്ളവോട്ടുകളുടെ സാന്നിധ്യം ഒഴിവാക്കി യഥാർത്ഥ ജനാധിപത്യ ബോധമുള്ള ആളുകളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ അത് വരണം. പരാജയഭീതി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കുറുക്കു വഴിയിലൂടെ ഏതെങ്കിലും തരത്തിൽ നേടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അബദ്ധം പറ്റി എന്ന് മാത്രമേ ഞാൻ പറയൂ. 2ാം അംഗത്തിന് ഇറങ്ങുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അടൂർ പ്രകാശ്. ഇത്തവണയും ജയിച്ചു കയറാമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തിരുവനന്തപുരത്തു നിന്നും A. വിജയശങ്കർ. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കള്ളവോട്ടുകളുണ്ടെന്ന ആരോപണം ആവർത്തിക്കുകയായിരുന്നു UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. തൃശൂരിൽ പത്മജ പ്രചാരണത്തിനിറങ്ങിയാൽ തന്റെ പണി എളുപ്പമായെന്ന് K മുരളീധരൻ. മണ്ഡലമാറ്റം ആദ്യം പ്രയാസമുണ്ടാക്കി, പക്ഷേ പാർട്ടി ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഏറ്റെടുക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ K മുരളീധരൻ 24നോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം K മുരളീധരൻ 24നൊപ്പം ആദ്യമായി ചേരുകയാണ്. വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് താങ്കൾക്ക് വൈകാരികമായി ഏറെ അടുപ്പമുള്ള ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ. എന്താണ് ആദ്യ പ്രതികരണം? അല്ല, തൃശ്ശൂർ ആണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഹൈസ്കൂളിലെത്തിയപ്പോഴാണ് എൻ്റെ പിതാവ് ആഭ്യന്തരമന്ത്രിയായപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് മാറുന്നത്. പിന്നീട് തൃശ്ശൂർ 2 തവണ, ഒന്ന് തൃശ്ശൂർ ലോക്സഭയിലും പിന്നീട് വടക്കാഞ്ചേരിയിലും മത്സരിച്ചു. പക്ഷെ അന്ന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്തവണ വളരെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ്. വടകരയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു താങ്കൾ. അതിനിടയിലാണ് ഇപ്പോൾ ഒരു മണ്ഡലമാറ്റം വരുന്നത്. പാർട്ടി പറയുമ്പോൾ അതനുസരിച്ച് നിൽക്കണമല്ലോ. അപ്പം ഞാനും ഏതാണ്ട് 2 ലക്ഷത്തോളം വാൾ പോസ്റ്ററൊക്കെ അടിച്ചു. പ്രധാന അതിൻ്റെ എത്രയോ കൂടുതൽ അടിച്ചു. പക്ഷേ എന്നാലും പാർട്ടി ഒരു കാര്യം നിർദ്ദേശിക്കുമ്പോൾ അത് അനുസരിക്കാൻ ഞങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്. ഈ പത്മജ BJPയിലേക്ക് പോയ ഒരു സാഹചര്യത്തിലാണോ പെട്ടെന്ന് ഇത്തരത്തിലൊരു മണ്ഡലമാറ്റം? അതല്ല, BJP എല്ലാ കാലത്തും എതിർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം. അത് അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും.
ഒരു മറുപടി ആയിരിക്കുമോ പത്മജയ്ക്കുള്ള? അല്ല, പത്മജയ്ക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പത്മജ അത്ര സീനിയർ നേതാവൊന്നുമല്ല. BJPക്കുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. കെ കരുണാകരന്റെ ചിത്രം വെച്ചിട്ട് പോസ്റ്റർ അടിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒരിക്കലും ഞങ്ങൾ സംഖ്യകൾക്ക് വിട്ടുകൊടുക്കില്ല. പത്മജയാണ് പ്രചാരണത്തിന് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു മത്സരം ഒന്നുകൂടി ഒരു കടുക്കില്ലേ അവിടെ? ഇല്ല, പത്മജയാണ് വരുന്നെങ്കിൽ എൻ്റെ ജോലിഭാരം കുറയുന്നു മാത്രം. BJPയുമായിട്ടുള്ള മത്സരം നല്ല കടുത്ത മത്സരത്തിൽ തന്നെ അവരെ തോൽപ്പിക്കാൻ കഴിയും. അവർ 3-ാം സ്ഥാനത്തേക്ക് വിടുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതാണ് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ ആദ്യ പ്രതികരണം. BJPയെ 3-ാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പറയുന്നു. മുനീഫിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. BDJS സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. കോട്ടയത്ത് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയാണ് പ്രഖ്യാപനം നടത്തുക. ചാലക്കുടി, കോട്ടയം, ഇടുക്കി, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിച്ചേക്കും. ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായി. ആലുവ മണപ്പുറത്ത് ഭക്തജനപ്രവാഹം. അർദ്ധരാത്രി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞതോടെയാണ് ഔപചാരികമായി ബലിയിടൽ തുടങ്ങിയത്. ആലുവ മണപ്പുറത്തെ ആചാരപ്രകാരം അർദ്ധരാത്രിയാണ് പിതൃതർപ്പണം ആരംഭിക്കേണ്ടത്. എന്നാൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ ബലിത്തറകൾ സജീവമായിരുന്നു. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. അമാവാസി ദിവസമായ ഞായറാഴ്ച വരെ ബലിയിടൽ തുടരും. ആലുവ മണപ്പുറത്തു നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, ഗുഡ് മോർണിംഗ്. പിതൃതർപ്പണത്തിനെത്തുന്നവരുടെ വലിയ തിരക്ക് എല്ലാ വർഷവും നമ്മൾ കാണാറുണ്ട്. ഇത്തവണയും ആ രീതിയിൽ ഇതിപ്പോൾ 2-3 ദിവസങ്ങളായി ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ തിരക്കിനൊരു കുറവുണ്ട് എന്ന് കരുതാൻ കഴിയുമോ? സ്മിത, ഗുഡ് മോർണിംഗ്. എന്തായാലും തിരക്കിന് ശമനമുണ്ട് എന്ന് കരുതാനാവില്ല. ഇന്നലെ രാവിലെ മുതൽ തന്നെ ആലുവ മണപ്പുറത്തേക്ക് വലിയ ജനത്തിരക്കുണ്ടാവുന്നുണ്ട്. സ്വാഭാവികമായി ഇവിടുത്തെ ആചാരപ്രകാരം അർദ്ധരാത്രി ശിവരാത്രി പൂജയൊക്കെ കഴിഞ്ഞ ശേഷമാണ് സ്വാഭാവികമായി ഈ ബലിതർപ്പണമൊക്കെ ഔപചാരികമായി തുടങ്ങുക. പക്ഷേ ഇന്നലെ ജനത്തിരക്ക് കണക്കിലെടുത്ത് രാത്രി 9 മണിക്ക് തന്നെ ഈ ആചാരപ്രകാരമുള്ള ബലിതർപ്പണം ആരംഭിച്ചിരുന്നു. അതിനു മുമ്പ് നമ്മൾ ഇന്നലെ രാവിലത്തെ ലൈവിലൊക്കെ കണ്ടതാണ് വലിയ തോതിലുള്ള ജനത്തിരക്ക് ഇന്നലെ രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകമായി പുറത്തുനിന്ന് വരുന്ന മറ്റ് ജില്ലകളിൽ നിന്നും ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ബലിതർപ്പണത്തിന് വേണ്ടി എത്തുന്ന നിരവധി ആളുകൾ ആലുവ മണപ്പുറത്തേക്ക് എത്താറുണ്ട്. ഇവിടുത്തെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ആശ്രയിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ തിരക്കായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഈ നാട്ടിലുള്ളവരൊപ്പം ഈ സമീപ പ്രദേശങ്ങളിലുള്ള നിരവധി ആളുകളൊക്കെ ഇവിടേക്ക് ബലിതർപ്പണത്തിന് വേണ്ടി എത്തുന്നുണ്ട്. ഇന്നലെ 12 മണിയോടുകൂടി ആരംഭിക്കേണ്ട, നേരത്തെ പറഞ്ഞതുപോലെ 9 മണിക്ക് ആരംഭിച്ചു. അത് നാളെ ഞായറാഴ്ച രാവിലെ 11 മണി വരെ, പകൽ 11 മണി വരെ ഈ ഔപചാരികമായ ബലിതർപ്പണം തുടരും. എന്തായാലും വലിയ തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പോലീസിന്റെയും ദേവസ്വത്തിന്റെയും നഗരസഭയുടെയും ഒക്കെ പലവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും തിരക്ക് തുടരുകയാണ്. സ്മിത, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ആലുവ ശിവരാത്രി മണപ്പുറത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പിതൃതർപ്പണത്തിനെത്തിയ തീർത്ഥാടകരുടെ. സംസ്ഥാനത്ത് ഇന്നും നാളെയും 5 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യത. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഉയർന്ന ചൂട്, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. തെക്കൻ കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പശുമല ക്ഷേത്രോത്സവത്തിനിടെ യുവാവ് കുത്തേറ്റു മരിച്ചു എന്ന ദുഃഖവാർത്ത എത്തുന്നു. കുമളി സ്വദേശി ജിത്തുവാണ് മരിച്ചത്. പ്രതി മാക്സ് എന്ന രാജൻ കസ്റ്റഡിയിൽ. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഇത് രാത്രി എപ്പോഴാണ് സംഭവം? ഇങ്ങനെയൊരു അപകടം അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കുത്തേൽക്കാനുള്ളൊരു കാരണം എന്താണ്? വാക്കുതർക്കങ്ങളെ തുടർന്നാണോ ഇതിലേക്ക് എത്തിയത്, അക്രമത്തിലേക്ക്? പുലർച്ചെ 2 മണിക്കാണ് ഈ കൊലപാതകം നടക്കുന്നത്. അട്ടപ്പള്ളം സ്വദേശി ജിത്തുവാണ്, കുമളി അട്ടപ്പള്ളം സ്വദേശി ജിത്തുവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന് പുറത്തു വെച്ച് നടന്ന വാക്ക് തർക്കത്തിന്റെ ഒടുവിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മാക്സ് എന്ന രാജൻ ഉൾപ്പെടെ 4 പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് വണ്ടിപ്പെരിയാർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ഈ അക്രമത്തിന് കാരണം, കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ് എന്നുള്ളതാണ് പോലീസും പറയുന്നത്. ശരി.
ക്ഷേത്രോത്സവത്തിനിടെ യുവാവിന് കുത്തേറ്റു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 5 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. സിഞ്ചോ, കാശിനാഥൻ, അമീൻ അക്ബർ അലി, അരുൺ, അമൽ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങുക. തിങ്കളാഴ്ച കൽപ്പറ്റ കോടതിയിൽ അപേക്ഷ നൽകും. 18 പ്രതികളുടെയും ഫോണുകൾ കസ്റ്റഡിയിലെടുത്തു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്? ഈ പ്രതികളുടെ ഫോണുകൾ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്? സ്മിത, തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തുന്നത്. ഇതിൽ പ്രധാനമായും മർദ്ദിച്ച സിഞ്ചോ, കാശിനാഥൻ, അമീൻ അക്ബർ അലി, അതോടൊപ്പം തന്നെ അരുൺ, അമൽ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരുടെ കസ്റ്റഡി അപേക്ഷ കൽപ്പറ്റ കോടതിയിൽ തിങ്കളാഴ്ച നൽകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വീട്ടുകാരുടെ ഉൾപ്പെടെ ആരോപണം ഉണ്ടായിരുന്നു ഇടുക്കി സ്വദേശി അക്ഷയെ സംബന്ധിച്ച്. അതിൽ അക്ഷയുടെ മൊഴി പോലീസ് ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് കണ്ടു എന്നുള്ളതാണ് അക്ഷയുടെ മൊഴി. ഈ 18 പ്രതികളുടെയും ഫോണുകൾ പോലീസ് നേരത്തെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനുള്ള നീക്കമാണ് പോലീസ്. അതിനായി കോടതിയിൽ അപേക്ഷ നൽകും. ഇതിൽ മർദ്ദന ദൃശ്യങ്ങൾ ഉണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കാനാണ് കോടതിയിൽ അപേക്ഷ നൽകുക. അതോടൊപ്പം തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൊലപാതക സാധ്യത എന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. മൃതദേഹത്തിലുള്ള പരിക്കുകൾ ഈ കൊലപാതക സാധ്യതയെ സാധൂകരിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ പരാതി. അന്വേഷണം നടത്തി ഈ കൊലപാതക സാധ്യതയെക്കുറിച്ച് വ്യക്തമായ നിഗമനത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുറെ കൂടി വ്യക്തമായുള്ള രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്ന് വ്യക്തമാവുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 5 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തിങ്കളാഴ്ച കൽപ്പറ്റ കോടതിയിലാണ് അപേക്ഷ നൽകുക. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്താൻ പോലീസിന്റെയും വനം വകുപ്പിന്റെയും സംയുക്ത ദൗത്യം. 15 പേർ അടങ്ങുന്ന 7 സംഘങ്ങളാണ് ശാസ്താംപൂവം കോളനിക്ക് സമീപം തെരച്ചിൽ നടത്തുന്നത്. കോളനിയിലെ 2 കുട്ടികളെ ദിവസങ്ങൾക്ക് മുൻപ് കാണാതായി. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഈ തെരച്ചിൽ എങ്ങനെയാണ്? ഇനിയിപ്പോൾ കൂടുതൽ പേരെ അതിലേക്ക് ദൗത്യ സംഘത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാര്യമായി തിരച്ചിൽ നടത്തേണ്ട ഒരു സാഹചര്യം കൂടി. എങ്ങനെയാണ് സംഘം പ്രവർത്തിക്കുക? സ്മിത, ഏറെ ദുഷ്കരമായ ഒരു ദൗത്യം അതാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസും വനം വകുപ്പും അതുപോലെ തന്നെ പ്രാദേശികമായുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദൗത്യത്തിലേക്കാണ് നിലവിൽ പോലീസും വനം വകുപ്പും കടന്നിട്ടുള്ളത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് ഈ ശാസ്താംപൂവം കോളനിയിലെ 2 കുട്ടികളെ കാണാതാകുന്നത്. അതായത് ഈ കുട്ടൻ എന്ന 15 വയസ്സുകാരനും അതുപോലെ തന്നെ അരുൺകുമാർ എന്ന 8 വയസ്സുകാരനെയുമാണ് കാണാതായത്. അതിനുശേഷം ഇത്രയും ദിവസം കുടുംബം പരാതി നൽകിയിരുന്നില്ല. ഇന്നലെയാണ് കുടുംബം വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകുന്നത്. അവർ കരുതിയിരുന്നത് കുട്ടി സമീപത്തെ തന്നെ കുറച്ച് മാറി സമീപത്തെ ഇവരുടെ ബന്ധുവീടുകൾ ഉണ്ടായിരുന്നു, ആ വീടുകളിലായിരിക്കും ഈ കുട്ടികൾ എന്നതാണ് കരുതിയിരുന്നത്. പക്ഷേ കുട്ടികൾ തിരിച്ചെത്താതായതോടുകൂടിയാണ് ഇന്നലെ അവിടെ ചെന്ന് അന്വേഷിക്കുകയും കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഈ തിരച്ചിലൊന്നും തന്നെ കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ പോലീസിന്റെ ഈ അന്വേഷണത്തിൽ ലഭിച്ച വിവരപ്രകാരമാണ് കുട്ടികൾ വനത്തിനുള്ളിൽ കയറി എന്ന നിർണായക വിവരം പോലീസിന് ലഭിക്കുന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സംയുക്ത ഓപ്പറേഷന് വേണ്ടി പോലീസ് തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്നലെ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ചാലക്കുടി ഡിവൈഎസ്പിയുടെയും ചാലക്കുടി ഡിഎഫ്ഒയുടെയും നേതൃത്വത്തിൽ വനംവകുപ്പ് പോലീസ് സംയുക്ത യോഗം വിളിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയോടുകൂടി ഈ 15 അംഗ സംഘം, അതായത് 15 പേരടങ്ങുന്ന 7 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ദൗത്യം നടത്തുന്നത്. വനമേഖലയുടെ 7 ഭാഗങ്ങളിൽ നിന്ന് തിരച്ചിൽ തുടങ്ങി ഒരു പോയിന്റിൽ ഈ തിരച്ചിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഈ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ കാഷ്വാലിറ്റി ഉണ്ടായാൽ നേരിടുന്നതിന് വേണ്ട മെഡിക്കൽ സജ്ജീകരണങ്ങൾ അടക്കം ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്മിത, ശരി. ശാസ്താംപൂവത്ത് കോളനിക്ക് സമീപമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കോളനിയിലെ 2 കുട്ടികളെയാണ് ദിവസങ്ങൾക്ക് മുൻപ് കാണാതായത്. സൂരജ് സജ്ജയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇടുക്കി കട്ടപ്പനയിൽ മോഷണക്കേസ് പ്രതികൾ 2 പേരെ കൊലപ്പെടുത്തിയെന്ന സംശയത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങി പോലീസ്. റിമാൻഡിലുള്ള പ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങും. വയോധികനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് സംശയിക്കുന്ന കാഞ്ചിയാറിലെ വീട്ടിൽ പ്രതിയെ എത്തിച്ച് പോലീസ് പരിശോധന നടത്തും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതി വിഷ്ണുവിനെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികൾ താമസിച്ചിരുന്ന വീട്ടിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കൊച്ചിയുടെ രാത്രിയെ ആവേശഭരിതമാക്കി 24-ന്റെ പിങ്ക് മിഡ് നൈറ്റ് റൺ. സമയത്തിന് ആൺപെൺ വ്യത്യാസമില്ലെന്ന് പ്രഖ്യാപിച്ച് 100 കണക്കിന് സ്ത്രീകൾ നഗരഹൃദയത്തിലൂടെ ഓടിക്കയറി. 15-നും 30-നും ഇടയിൽ പ്രായമുള്ളവരിൽ നിത്യ സിയാറും 30 വയസ്സ് കഴിഞ്ഞവരിൽ മിന്നാലിഖിനും ഒന്നാമതെത്തി. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിളംബരമായി പിങ്ക് മിഡ് നൈറ്റ് റൺ. ആവേശവും അഭിമാനവും നിറഞ്ഞ നേരം. ലോക വനിതാ ദിനത്തിൽ ഇതാ കേരളത്തിന്റെ പെൺകരുത്തിന്റെ അടയാളം. 24 ഫ്ലവേഴ്സ് പിങ്ക് മിഡ് നൈറ്റ് റൺ. ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി ദർബാർ ഹാളിൽ തന്നെ അവസാനിച്ച 5 കിലോമീറ്റർ ദൂരം 21 മിനിറ്റും 42 സെക്കൻഡും എടുത്ത് ആദ്യം ഓടിയെത്തിയത് ചേന്ദമംഗലം സ്വദേശി നിത്യ സിയാർ. ഇതിനു മുൻപ് പോയിട്ടുണ്ടോ ഇങ്ങനത്തെ ഓട്ട മത്സരങ്ങളിലൊക്കെ? കഴിഞ്ഞ വർഷത്തെ വിജയായിരുന്നോ? 15 മുതൽ 30 വയസ്സ് വരെയുള്ളവരിൽ നിത്യയ്ക്ക് പിന്നാലെ ഫിനിഷിംഗ് ലൈൻ തൊട്ടത് ആൻ മരിയ ബിനു. തൊട്ടുപുറകെ അതുല്യ ഉദയൻ. 30 വയസ്സിന് മുകളിലുള്ളവരിൽ 26 മിനിറ്റും 12 സെക്കൻഡും എടുത്ത് ആദ്യ ദൂരം താണ്ടിയത് മിന്നാലിഖിൻ. സ്ഥലം എവിടെയാ? മിന്ന പെരുമ്പാവൂര്. എന്താ ചെയ്യുന്നേ? സൂംബ ഇൻസ്ട്രക്ടർ ആണ്. സൂംബ ഇൻസ്ട്രക്ടർ ആണ് അല്ലെ? 30 വയസ്സിന് മേലെയുള്ള വിഭാഗത്തിലാണ് സൂംബ ഇൻസ്ട്രക്ടർ ആണ്. ഷിജി ആന്റണി 2ാം സ്ഥാനവും ഡോക്ടർ കൃതി ഉല്ലാസ് 3ാം സ്ഥാനവും നേടി. 24-ഉം ഫ്ലവേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച പിങ്ക് മിഡ് നൈറ്റ് റണ്ണിലെ വിജയികൾക്ക് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും റീഗൽ ജുവല്ലേഴ്സ് ജനറൽ മാനേജർ ബേബി രാജനും ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിത്യയ്ക്ക് മെഡൽ സമ്മാനിക്കുന്നത് SKN ശ്രീ ബേബി രാജൻ, ജനറൽ മാനേജർ റീഗൽ ജുവല്ലേഴ്സ്. താങ്ക് യു സർ. 15,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. യെസ്, വലിയ കയ്യടി കൂടി. ട്രോഫി സമ്മാനിക്കുന്നു ശ്രീ ബേബി രാജൻ. ഗിഫ്റ്റ് വൗച്ചറും ശ്രീ ബേബി രാജൻ. 15,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സ്പോൺസർ ചെയ്തിരിക്കുന്ന റീഗൽ ജ്വല്ലറിയാണ്. ആദ്യമെത്തിയത് ഇവരെങ്കിലും പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ ഭാഗമായ മുഴുവൻ പേർക്കും വിജയിയുടെ ആഹ്ലാദമായിരുന്നു. ചുവടിനൊപ്പം സന്ദേശവും. രാത്രിയിലെ തെരുവുകൾ സ്ത്രീകളുടേതെന്ന ഉറച്ച പ്രഖ്യാപനം. പിങ്ക് മിഡ് നൈറ്റ് റൺ ഈ സന്ദേശ പ്രഖ്യാപനമായി. പ്രായത്തെ തോൽപ്പിച്ചവർ, ദൂരദേശങ്ങളിൽ നിന്ന് വന്നവർ, മറ്റു ഭാഷക്കാർ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ ആവേശം പല മടങ്ങ്. രോഹിണി. So your son has completed. He accompanied for the whole marathon with me and he has finished before me. Wow, that's മോനെ ഒരു കയ്യടി കൊടുക്കാല്ലേ? Susi John. സുസി ജോൺ. എത്ര വയസ്സായി? 71 over. Wow, കഴിഞ്ഞ തവണ നല്ലൊരു കയ്യടി ഉണ്ടായിരുന്നു. നമ്മൾ സംസാരിച്ചതാണ്, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇത്തവണയും വന്നു. താങ്ക് യു സോ മച്ച്. അർച്ചന. You are not a Malayali, right? No. Where are you from? Bombay. Here, you are staying here, living here? Now I'm living here. Super, fantastic. Thank you to all the ladies in Cochin. അസമയമെന്ന മിഥ്യയെ അപ്രസക്തമാക്കി അവർ ഓടിക്കയറിയത് ആത്മവിശ്വാസത്തിന്റെ പടവുകൾ. ലോക വനിതാ ദിനത്തിൽ സ്ത്രീ ശക്തി വിളിച്ചോതുന്നതായി 24-ഉം ഫ്ലവേഴ്സും സംഘടിപ്പിച്ച പിങ്ക് മിഡ് നൈറ്റ് റൺ. കൊച്ചി നഗരം പെൺകരുത്ത് കീഴടക്കിയ മണിക്കൂറുകൾ. ക്യാമറമാൻ അദീഷിനൊപ്പം കീർത്തന കേശവൻ, 24. സമയം എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണെന്ന് തെളിയിക്കുകയാണ് 24-ഉം ഫ്ലവേഴ്സും ചേർന്ന് സംഘടിപ്പിച്ച പിങ്ക് മിഡ് നൈറ്റ് റൺ എന്ന് മന്ത്രി പി രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ കളക്ടർ NSK ഉമേഷ്, 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ എന്നിവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ 24-ഉം ഫ്ലവേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ 2ാം പതിപ്പും വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. രാപ്പകൽ ഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമാണുള്ളതെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. രാപ്പകൽ ഭേദമന്യേ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവുമുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റണ്ണാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ 5 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും ഈ നടത്തം. മാത്രമല്ല ചില മത്സരം പോലെയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആകർഷകമായ സമ്മാനങ്ങളുമുണ്ട്. അപ്പോൾ ഈ പിങ്ക് മാരത്തോണിൽ പങ്കെടുക്കുന്ന ഈ മിഡ് നൈറ്റ് റൺ നമ്മൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നടുപ്പാതിരയൊക്കെ ആകുമ്പോഴേക്കും ആയിരിക്കും ഈ ഓട്ടമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി വരിക. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ദീർഘദൂര ഓട്ടത്തിന് മുമ്പ് ശരീരത്തെ പാകപ്പെടുത്താൻ സൂംബ.
ശേഷം കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് പിങ്ക് മിഡ്നൈറ്റ് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്നലെ കേരളത്തിൽ ഫയർഫോഴ്സിൽ ആദ്യത്തെ വനിതാ ബ്രിഗേഡ് അവരുടെ പരേഡ് പൂർത്തീകരിച്ച് പുറത്തേക്കിറങ്ങി. ഏഷ്യയിൽ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് കേരളത്തിലായിരുന്നു. ഏഷ്യയിൽ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ചുമതലയുള്ള വനിതാ ഇൻസ്പെക്ടറും കോഴിക്കോടായിരുന്നു. അങ്ങനെ കേരളം ഒത്തിരിയേറെ ചരിത്രം സൃഷ്ടിച്ചു. ഈ പാർലമെന്ററി രംഗം ഒഴികെ ബാക്കി എല്ലായിടത്തും സ്ത്രീകൾ മുന്നോട്ട് വന്നു. ഏത് സമയവും എല്ലാവർക്കും ഒരേപോലെയാണ്. അതിനകത്ത് പ്രത്യേകമായി വിഭജനങ്ങളില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പരിപാടി തുടർച്ചയായി സംഘടിപ്പിച്ചതിന് ഒരിക്കൽ കൂടി 24-നെ അഭിനന്ദിക്കുന്നു. കേരള സമൂഹം സ്ത്രീകളാൽ ശാക്തീകരിക്കപ്പെട്ടതാണെന്നും അതിനുള്ള തെളിവാണ് മിഡ്നൈറ്റ് റണ്ണിലെ പങ്കാളിത്തമെന്നും എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. ഒരു തമിഴ് പോയമുണ്ട്. நான் உனக்கு சுதந்திரம் கொடுக்க முடியும் என்றால் அது என்னுடைய சுதந்திரம், உன்னுடைய சுதந்திரம் அல்லான்னு. അതുപോല അതായത് ലേഡീസിന് വിമനിന് സുതന്ത്രം കൊടുക്കാനോ എംപവർ ചെയ്യാനോ മെൻ ആരുമല്ല. women are all empowered, women are all free. അതുപോലെ ഒരു സൊസൈറ്റിയാണ് കേരള സൊസൈറ്റി. അതിന്റെ ഒരു പ്രൂഫാണ് ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാ വിമനും. പരിപാടിയിൽ കൊച്ചി കമ്മീഷണർ S ശ്യാംസുന്ദർ, ടൂറിസം വകുപ്പ് പ്രതിനിധി പ്രേംഭാസ് RC, KP നമ്പൂതിരിസ് ആയുർവേദിക്സ് ഹെഡ് ഓഫ് സെയിൽസ് വിശാഖ് V തുടങ്ങിയവർ പങ്കെടുത്തു. 24 കൊച്ചി. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെ നാരി പുരസ്കാർ മന്ത്രി ജെ ചിഞ്ചുറാണി വിതരണം ചെയ്തു. 24 സബ് എഡിറ്റർ ശ്രീനിത കൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് പ്രൊഫസർ N കൃഷ്ണപിള്ള സ്മാരക ഹാളിലായിരുന്നു പുരസ്കാര വിതരണം. കാട്ടാക്കട MLA IB സതീഷ് ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി ചില കായിക വാർത്തകൾ ചുരുക്കത്തിൽ. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നിറങ്ങും. രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ കാഡിസ് എതിരാളികൾ. ISLൽ ഇന്ന് അവസാന സ്ഥാനക്കാരുടെ പോരാട്ടം. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC ഹൈദരാബാദ് FCയെ നേരിടും. വനിതാ പ്രീമിയർ ലീഗിൽ ജയം തുടരാൻ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ജയൻസ് എതിരാളികൾ. പ്രൈം വോളിബോൾ ലീഗിൽ തുടർ തോൽവികൾക്ക് അവസാനം ഇടാമെന്ന പ്രതീക്ഷയിൽ കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് ഇന്നിറങ്ങും. വൈകിട്ട് 6:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ഹൈദരാബാദ് ബ്ലാക്ക് ഹോക്സ്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പെരുമൺ പേഴുന്തുരുത്ത് പാലത്തിന്റെ പണി പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കരാർ കമ്പനി. 2 വർഷത്തെ സമയമാണ് കരാർ കമ്പനി നിർമ്മാണ നിർവഹണ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡിനോട് ആവശ്യപ്പെട്ടത്. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ നാട്ടുകാർ ഏറെ ബുദ്ധിമുട്ടിലാണ്. 2020 ഡിസംബറിലാണ് പെരുമൺ പേഴുന്തുരുത്ത് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 24 പൈലുകൾ പൂർത്തിയായെങ്കിലും മധ്യഭാഗത്തെ 3 സ്പാനുകളുടെ നിർമ്മാണം അവശേഷിക്കുകയാണ്. ഓരോ വശത്തെയും 12 പൈലുകളെ ബന്ധിപ്പിച്ചുള്ള പൈൽ ക്യാപ്പുകളുടെ കോൺക്രീറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. പൈൽ ക്യാപ്പുകൾക്ക് മുകളിൽ പൈലോണുകൾ നിർമ്മിക്കും. ഈ പൈലോണുകളാണ് ഇനി നിർമ്മിക്കാനുള്ള 3 സ്പാനുകളെ തൂക്കി നിർത്തുന്നത്. പൈലുകളുടെ നിർമ്മാണത്തിനും ഇവയിൽ സ്പാനുകൾ ഘടിപ്പിക്കാനും ഏറെ സമയം വേണ്ടിവരുമെന്നാണ് കരാർ കമ്പനി നിർമ്മാണ നിർവഹണ ചുമതലയുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിന് നൽകിയിരിക്കുന്ന വിശദീകരണം. നിർമ്മാണം പൂർത്തിയാക്കാൻ 2.5 വർഷം കൂടി കരാർ കമ്പനി ആവശ്യപ്പെട്ടതോടെ അടുത്ത കാലത്തൊന്നും പാലം കടക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. മൺട്രോത്തുരുത്തിലേക്കുള്ള ജങ്കർ സർവീസ് നിർത്തിയതോടുകൂടി മൺട്രോത്തുരുത്തുകാർക്ക് 25 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയൂ. നീണ്ടുപോയെന്ന് ഇപ്പോൾ ഈ പണി എവിടെ കാരുന്നെങ്കിൽ ഈ പണി ഇപ്പം തീർന്നു പോയേനെ. പക്ഷെ അത് റീടെൻഡറും മറ്റുള്ള ഈ ഡിസൈൻ വർക്കും വന്നതിൻ്റെ പേരിൽ അത് താമസം വരാൻ ബുദ്ധിമുട്ടാണ്. നടന്നു പോകാനും ഒക്കെ വരാനും. പാലം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പാടില്ല, അപ്പുറത്തൊക്കെ പോകണമെങ്കിലും ഒക്കെ. നിർമ്മാണത്തിന് 2.5 വർഷം നൽകിയില്ലെങ്കിലും താൽക്കാലികമായി 1 വർഷത്തേക്ക് കരാർ നീട്ടിയേക്കുമെന്നാണ് വിവരം. ഇതിനുശേഷം കരാർ കമ്പനിയിൽ നിന്ന് പിഴ ഈടാക്കാനും സാധ്യതയുണ്ട്. മധ്യഭാഗത്തെ 3 സ്പാനുകളുടെ ഡിസൈനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് നിർമ്മാണം പ്രതിസന്ധിയിലായത്. 2 വർഷത്തോളം സ്തംഭിച്ചു കിടന്ന നിർമ്മാണം 1.5 മാസം മുമ്പ് പുനരാരംഭിച്ചെങ്കിലും ഇപ്പോഴും ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അരുൺ രാജ്, 24 കൊല്ലം. മുംബൈയിൽ വളർത്തുമൃഗങ്ങൾക്കായി അത്യാധുനിക സൗകര്യങ്ങളുമായി ഒരു ആശുപത്രി. നിർമ്മാണ ചെലവ് 165 കോടി. രത്തൻ ടാറ്റയാണ് ആശുപത്രി നിർമ്മിച്ചത്. തൻ്റെ വളർത്തുനായയെ വിദഗ്ധ ചികിത്സയ്ക്ക് വിദേശത്ത് കൊണ്ടുപോകേണ്ടി വന്നതാണ് ഇന്ത്യയിൽ ഇത്തരമൊരു ആശുപത്രി നിർമ്മിക്കാനുള്ള പ്രേരണയായത്.
ലോകോത്തര നിലവാരത്തിലാണ് ആശുപത്രിയുടെ നിർമ്മാണം. ഒപ്പം വിദഗ്ധ മൃഗ ഡോക്ടേഴ്സിന്റെ സേവനം. 165 കോടി രൂപ ചെലവിൽ 98,000 ചതുരശ്രയടി വിസ്തൃതിയിൽ 4 നിലകളിലായാണ് മുംബൈയിലെ മഹാലക്ഷ്മിയിൽ ടാറ്റ ട്രസ്റ്റ് സ്മോൾ ആനിമൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം. എല്ലാ ദിവസവും എല്ലാ സമയത്തും സേവനം ലഭിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ട്രയൽ റൺ കഴിഞ്ഞ ദിവസം തുടങ്ങി. MRI സ്കാനർ, CT സ്കാനർ, ഡിജിറ്റൽ എക്സ്റേ, സോണോഗ്രഫി, ഇക്കോ കാർഡിയോഗ്രഫി തുടങ്ങി വളർത്തുമൃഗങ്ങൾക്ക് എല്ലാ പരിശോധനകളും ഒരിടത്ത് തന്നെ ചെയ്യാം. വളർത്തുമൃഗങ്ങൾക്കായി പ്രത്യേക കാത്തിരിപ്പ് സ്ഥലം, 7 കൺസൾട്ടേഷൻ മുറികൾ, എമർജൻസി റൂം, 7 ഓപ്പറേഷൻ തിയേറ്ററുകൾ, പൂച്ചകൾക്കും നായകൾക്കുമായി വ്യത്യസ്ത ICU, പോസ്റ്റ് സർജറി റൂമുകൾ, ഫാർമസി തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ആശുപത്രിയിലുണ്ട്. മൃഗസ്നേഹികളെ മാത്രമേ ആശുപത്രി ജീവനക്കാരായി പരിഗണിക്കൂ എന്നതാണ് മറ്റൊരു സവിശേഷത. റിസർച്ച് ഡെസ്ക് 24. ഇസ്രയേലിൽ കൊല്ലപ്പെട്ട കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെല്ലിന്റെ സംസ്കാരം ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചു. രാത്രിയോടെ കൊല്ലത്തേക്ക് എത്തിക്കുകയും ചെയ്തു. ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇന്നുച്ചയോടെ വാടിയിലെ വീട്ടിലെത്തിക്കും. 3 മണിക്ക് വാടിയിൽ പള്ളിയിലാണ് സംസ്കാര ചടങ്ങ്. ഇപ്പോൾ കിട്ടിയത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പശുമല ക്ഷേത്രോത്സവത്തിനിടെ യുവാവ് കുത്തേറ്റു മരിച്ചു. മരിച്ചത് കുമളി സ്വദേശി ജിത്തു മാക്സ് എന്ന രാജൻ കസ്റ്റഡിയിൽ. വനമന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് കക്കയത്തെത്തും. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച കർഷകൻ എബ്രഹാമിന്റെ വീട് മന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലും അരുണാചൽ പ്രദേശിലും സന്ദർശനം നടത്തും. അസമിൽ 18,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.